നമസ്കാരം. പ്രധാന വാർത്തകൾ ആദ്യം. തെരുവുനായ പ്രശ്നത്തിൽ ദേശീയ തലത്തിൽ നയം വേണമെന്ന് സുപ്രീം കോടതി. എല്ലാ സംസ്ഥാനങ്ങളിലെയും കേസുകൾ ഒന്നിച്ചാക്കാൻ നിർദ്ദേശം. നായ്ക്കളെ പിടികൂടി സുരക്ഷാ കേന്ദ്രത്തിലേക്ക് മാറ്റണമെന്ന ഉത്തരവ് തിരുത്തി. വന്ധീകരണത്തിനും പ്രതിരോധ കുത്തിവയ്പ്പിനും ശേഷം തുറന്നുവിടാമെന്ന് നിർദ്ദേശം. വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ നിർണായക ഉത്തരവുമായി സുപ്രീം കോടതി. ആധാർ രേഖയായി പരിഗണിക്കണമെന്ന് നിർദ്ദേശം. പേര് ചേർക്കാൻ ഓൺലൈൻ വഴിയും അപേക്ഷിക്കാം. ജയിലിൽ കിടന്ന് ആരും ഭരിക്കേണ്ട എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അഴിമതിക്കെതിരെ പോരാടുന്നതിനാണ് നിയമനിർമ്മാണമെന്ന് ജയിലിലാകുന്ന മന്ത്രിമാരെ പുറത്താക്കുന്ന ബില്ലിൽ പ്രധാനമന്ത്രി. 13,000 കോടി രൂപയുടെ പദ്ധതികൾ ബീഹാറിന് സമർപ്പിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജിയിൽ യൂത്ത് കോൺഗ്രസിൽ പോര് ശക്തം. അബിൻ വർക്കിക്കെതിരെ വിമർശനവുമായി രാഹുൽ അനുകൂലികൾ. കട്ടപ്പന്മാരെ കൂട്ടി മുന്നോട്ടു പോകാനാകില്ലെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ പരാമർശം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ കണ്ടെത്താനുള്ള ചർച്ചകൾ സജീവം. കാർഷിക സർവകലാശാലയിലെ വിദ്യാർത്ഥികൾക്ക് ഇരുട്ടടി. സെമസ്റ്റർ ഫീസ് ഇരട്ടിയിലധികം ഉയർത്തി ധനപ്രതിസന്ധി മറികടക്കാൻ നീക്കം. അക്കാദമിക് കൗൺസിൽ മിനിറ്റ്സിന്റെ പകർപ്പ് പുറത്ത്. ശ്രീലങ്കൻ മുൻ പ്രസിഡന്റ് റനിൽ വിക്രമസിംഗെ അറസ്റ്റിൽ. പ്രസിഡന്റായിരിക്കെ ഭാര്യയുടെ ബിരുദദാന ചടങ്ങിന് ലണ്ടനിലേക്ക് പോകാൻ സർക്കാർ ഫണ്ട് ഉപയോഗിച്ചെന്ന് കേസ്. വനിതാ ഏകദിന ലോകകപ്പിന് തിരുവനന്തപുരം കാര്യവട്ടം സ്റ്റേഡിയം വേദിയാകില്ല. ബംഗളൂരുവിലെ മത്സരങ്ങൾ മുംബൈയിലേക്ക് മാറ്റി. തെരുവുനായ പ്രശ്നത്തിൽ നിർണായക ഇടപെടലുമായി സുപ്രീം കോടതിയുടെ 3-അംഗ ബെഞ്ച്. എല്ലാ നായ്ക്കളെയും പിടികൂടി സുരക്ഷാ കേന്ദ്രത്തിലേക്ക് മാറ്റണമെന്ന മുൻ ഉത്തരവ് തിരുത്തി. നായ്ക്കളെ പിടികൂടി വന്ധീകരണത്തിനും പ്രതിരോധ കുത്തിവയ്പ്പിനും ശേഷം തുറന്നുവിടാമെന്ന് ഉത്തരവ്. വിഷയത്തിൽ ദേശീയ നയം രൂപീകരിക്കുന്ന ഭാഗമായി എല്ലാ കോടതികളിലെയും കേസുകൾ സുപ്രീം കോടതിയിലേക്ക് മാറ്റാൻ നിർദ്ദേശം. ഈ മാസം 11-നാണ് രാജ്യതലസ്ഥാനമായ ഡൽഹിയിലെ മുഴുവൻ തെരുവുനായ്ക്കളെയും സുരക്ഷാ കേന്ദ്രത്തിലേക്ക് മാറ്റാൻ സുപ്രീം കോടതിയുടെ 2-അംഗ ബെഞ്ച് നിർദ്ദേശം നൽകിയത്. രാജ്യത്താകമാനം ഈ രീതി തുടരണമെന്ന സ്ഥിതി വന്നതോടെ രാജ്യവ്യാപക പ്രതിഷേധമാണ് ഉയർന്നു വന്നത്. ഇതോടെയാണ് മുൻ ഉത്തരവ് തിരുത്തി 3-അംഗ ബെഞ്ചിന്റെ പുതിയ ഉത്തരവ് വന്നത്. ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മഹത്, NV അഞ്ചാരിയ എന്നിവരുടെ ബെഞ്ചാണ് നായ്ക്കളെ പിടികൂടി വന്ധീകരണത്തിനും പ്രതിരോധ കുത്തിവയ്പ്പിന് ശേഷം തുറന്നുവിടാമെന്നും ഉത്തരവ് ഇറക്കിയത്. അതേസമയം ആക്രമണ സ്വഭാവമുള്ള നായ്ക്കളെ തുറന്നുവിടരുതെന്നും നിർദ്ദേശമുണ്ട്. പൊതു ഇടങ്ങളിൽ ഭക്ഷണം നൽകുന്ന രീതി അവസാനിപ്പിക്കണമെന്നും നായ്ക്കൾക്ക് ഭക്ഷണം നൽകുന്ന പ്രത്യേക സ്ഥലം കണ്ടെത്തണമെന്നും ബന്ധപ്പെട്ട അധികാരികൾക്ക് സുപ്രീം കോടതി നിർദ്ദേശം നൽകി. ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ വ്യതിചലനം ഉണ്ടായാൽ നിയമപ്രകാരം നടപടി സ്വീകരിക്കണമെന്നും സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സാധാരണ ജനങ്ങൾക്ക് തെരുവിലൂടെ നടക്കുവാനുള്ള ബുദ്ധിമുട്ടുകൂടി പരിഗണിച്ചാണ് ഇത്തരമൊരു നിർദ്ദേശം കോടതി നൽകിയിട്ടുള്ളത്. നായ്ക്കളുമായി ബന്ധപ്പെട്ട വിവിധ സംസ്ഥാനങ്ങളിലുള്ള കേസുകൾ ഒന്നിച്ചാക്കാൻ നിർദ്ദേശമുണ്ട്. ഹൈക്കോടതിയിലുള്ള കേസുകൾ സുപ്രീം കോടതിയായിരിക്കും പരിഗണിക്കുക. ദേശീയ നയം രൂപീകരിക്കുന്ന ഭാഗമായാണ് കേസുകൾ ഒന്നിച്ചാക്കാൻ സുപ്രീം കോടതി നിർദ്ദേശം നൽകിയത്. തെരുവ് നായ്ക്കളെ സുരക്ഷാ കേന്ദ്രത്തിലേക്ക് മാറ്റുവാനുള്ള സുപ്രീം കോടതി നിർദ്ദേശത്തിന് പിന്നാലെ ഡൽഹിയിൽ നടപടികൾ ആരംഭിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഡൽഹി മുഖ്യമന്ത്രിക്ക് നേരെ ആക്രമണമുണ്ടായതും. തെരുവ് നായ്ക്കൾക്കെതിരായ സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ചാണ് ഗുജറാത്ത് സ്വദേശിയായ രാജേഷ് മുഖ്യമന്ത്രിയെ ആക്രമിച്ചതെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ബീഹാറിലെ കരട് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ നേരിട്ട് അപേക്ഷ നൽകണമെന്ന് നിർബന്ധമില്ലെന്ന് സുപ്രീം കോടതി. ആധാറിനെ രേഖയായി അംഗീകരിക്കണമെന്നും പേരുൾപ്പെടുത്താൻ രാഷ്ട്രീയ പാർട്ടികൾ വോട്ടർമാരെ സഹായിക്കണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. രാഷ്ട്രീയ പാർട്ടികൾക്ക് 1.5 ലക്ഷത്തോളം ബൂത്ത് ലെവൽ ഏജന്റുമാർ ഉണ്ടായിട്ടും 2 എതിർപ്പുകൾ മാത്രം വന്നത് ആശ്ചര്യപ്പെടുത്തുന്നതാണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞു. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം കരട് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട വോട്ടർമാരുടെ പേരുകളും ഒഴിവാക്കാനുള്ള കാരണങ്ങളും അടങ്ങിയ പട്ടിക വെബ്സൈറ്റുകളിലും പോളിംഗ് ബൂത്തുകളിലും പ്രസിദ്ധീകരിച്ചതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സത്യവാങ്മൂലം നൽകി. ഇതിനു പിന്നാലെ ഹർജി പരിഗണിച്ച സുപ്രീം കോടതി നേരിട്ട് വോട്ട് ചേർക്കാൻ എത്തേണ്ടതില്ലെന്നും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താൻ ഓൺലൈനായും അപേക്ഷ നൽകാമെന്ന് പറഞ്ഞു. കരടിൽ ഉൾപ്പെടുത്താത്ത 65 ലക്ഷം പേരിൽ മരിച്ചവരെയും താമസം മാറിയവരെയും BLOമാർ പരിശോധിക്കണം. പേരുൾപ്പെടുത്താൻ രാഷ്ട്രീയ പാർട്ടികൾ വോട്ടർമാരെ സഹായിക്കണമെന്ന് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ് മല്യ ബാങ്ചി എന്നിവരടങ്ങിയ 2-അംഗ ബെഞ്ച് പറഞ്ഞു. ബീഹാറിലെ അംഗീകൃത 12 രാഷ്ട്രീയ പാർട്ടികൾക്കാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. ആധാറിനെ രേഖയായി പരിഗണിക്കണമെന്ന് വീണ്ടും നിർദ്ദേശിച്ചു. 1,60,000-ഓളം ബൂത്ത് തല ഏജന്റുമാർ ഉണ്ടായിട്ടും ആകെ 2 പരാതി മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് എന്നത് ആശ്ചര്യപ്പെടുത്തുന്നതായി സുപ്രീം കോടതി പറഞ്ഞു. അതേസമയം പരാതി നൽകാൻ BLOമാരെ അനുവദിക്കുന്നില്ല എന്നും പരാതികൾ പരിഗണിക്കുന്നില്ല എന്നും പ്രതിപക്ഷ പാർട്ടികൾ കോടതിയെ അറിയിച്ചു.
ബൂത്ത് ലെവൽ ഓഫീസർമാർ രസീത് നൽകുന്നില്ല എന്ന പരാതികൾ പരിഹരിച്ച് BLOമാർ രസീത് നൽകണമെന്ന് കോടതി നിർദ്ദേശിച്ചു. അതേസമയം SIRൽ സമയം നീട്ടി നൽകണമെന്ന ആവശ്യം കോടതി അംഗീകരിച്ചില്ല. ഹർജി അടുത്ത മാസം 8-ന് വീണ്ടും പരിഗണിക്കും. അമൃത ന്യൂസ്, ന്യൂഡൽഹി. 13,000 കോടി രൂപയുടെ പദ്ധതികൾ ബീഹാറിന് സമർപ്പിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മുഖ്യമന്ത്രി നിതീഷ് കുമാറും പ്രധാനമന്ത്രിക്കൊപ്പം വേദി പങ്കിട്ടു. ഏഷ്യയിലെ ഏറ്റവും വീതിയുള്ള 6-വരി പാലം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസിനും RJDക്കുമെതിരെ രൂക്ഷമായ വിമർശനമാണ് പ്രധാനമന്ത്രി ഉയർത്തിയത്. ബഹുസ്വരായിലെ 6-വരിയുള്ള പാലം ഉൾപ്പെടെ നിരവധി പദ്ധതികളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിച്ചത്. ആകെ 13,000 കോടി രൂപയുടെ വികസന പദ്ധതികൾ ബീഹാറിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. സുപ്രധാന പദ്ധതികളുടെ ശിലാസ്ഥാപനവും അദ്ദേഹം നിർവഹിച്ചു. തുടർന്ന് റാലി അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി കോൺഗ്രസിനും RJDക്കുമെതിരായി വിമർശനങ്ങളാണ് ഉന്നയിച്ചത്. പുതിയ നിയമം വരുന്നതിൽ കോൺഗ്രസും RJDയും ഇടതു പാർട്ടികളും ഭയപ്പെട്ടിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ 50 മണിക്കൂർ തുടർച്ചയായി ജയിലിൽ കിടന്നാൽ ജോലി നഷ്ടമാകും. എന്നാൽ ജയിലിലാകുന്ന മുഖ്യമന്ത്രിയും മന്ത്രിമാരുമൊക്കെ അതിനുള്ളിൽ നിന്നും ഭരണം ആസ്വദിക്കുകയാണെന്നും ജയിലിനുള്ളിൽ നിന്ന് സർക്കാർ ഉത്തരവുകൾ ഇറക്കിയിരിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നുവെന്നും മോദി പറഞ്ഞു. कि अगर किसी छोटे सरकारी कर्मचारी को 50 घंटे तक हिरासत में रख दिया तो अपने आप वो सस्पेंड हो जाता है. लेकिन अगर कोई मुख्यमंत्री है, कोई मंत्री है, कोई प्रधानमंत्री है, तो वो जेल में रह करके भी सत्ता का सुख पा सकता है. ये कैसे हो सकता है? ഇപ്പോഴത്തെ ഭരണത്തിന് മുൻപ് എന്തായിരുന്നു ബീഹാറിലെ അവസ്ഥ? RJDയുടെ ഭരണത്തിന് കീഴിൽ മുഴുവൻ ഇരുട്ടിലായിരുന്നു ബീഹാർ എന്നും പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി. വോട്ടർ പട്ടിക പരിഷ്കരണം സംബന്ധിച്ച് കാര്യമായ പ്രതികരണം നടത്താതിരുന്ന പ്രധാനമന്ത്രി പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ അതിശക്തമായി വിമർശനമുന്നയിച്ചാണ് തന്റെ സംസാരം അവസാനിപ്പിച്ചത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജിക്ക് പിന്നാലെ യൂത്ത് കോൺഗ്രസിൽ പോര് ശക്തം. അബിൻ വർക്കിക്കെതിരെ വിമർശനവുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലികൾ രംഗത്തെത്തി. കട്ടപ്പന്മാരെ കൂട്ടി മുന്നോട്ടു പോകാനാകില്ലെന്നാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ വാട്സാപ്പ് ഗ്രൂപ്പിലെ പരാമർശം. ബാഹുബലിയുടെ ചിത്രവും പോസ്റ്ററാക്കിയാണ് പരാമർശമുള്ളത്. സന്ദേശങ്ങൾ തർക്കവിഷയമായതോടെ നേതൃത്വം ഇടപെട്ട് ഗ്രൂപ്പിൽ സന്ദേശം അയക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി. ആരോപണങ്ങളെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് അധ്യക്ഷ സ്ഥാനം രാജിവെക്കേണ്ടി വന്നതോടെയാണ് ഗ്രൂപ്പിൽ പരസ്പരം ഏറ്റുമുട്ടൽ തുടരുന്നത്. രജിത് കുമാർ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. രജിത്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യുവനടി അടക്കം പരാതിയുമായി എത്തിയതോടെയാണ്, ആരോപണങ്ങളുമായി എത്തിയതോടുകൂടിയാണ് രാജിയിലൊക്കെ കലാശിച്ചത്. പക്ഷേ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിസന്ധി അവിടെയും അവസാനിക്കുന്നില്ല. തമ്മിൽ തർക്കം രൂക്ഷമാവുകയാണല്ലോ. ഒപ്പം പുതിയ നേതാവിനെ കൂടി കണ്ടെത്തേണ്ട ആവശ്യം വന്നിരിക്കുകയല്ലേ? തീർച്ചയായും യൂത്ത് കോൺഗ്രസിനുള്ളിൽ ഇപ്പോൾ തർക്കം രൂക്ഷമാകുന്നു എന്നത് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ തന്നെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റായിട്ടുള്ള വിജിൽ മോഹനാണ് ഉച്ചയോടുകൂടി ഇത്തരം ഒരു പോസ്റ്റർ സംസ്ഥാന സമിതിയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടുന്നത്. തോളിൽ കൈയിട്ട് നടന്നവരുടെ കുത്തിന് ആഴമേറും എന്ന രീതിയിലാണ് ഈ പോസ്റ്റർ വന്നത്. എബിൻ വർക്കിക്കെതിരെയാണ് പോസ്റ്റർ ആണ് എന്ന് ഇവരുടെ സന്ദേശങ്ങൾ, താഴോട്ടുള്ള സന്ദേശങ്ങളിൽ നിന്നും വ്യക്തമാണ്. കാരണം സംഘടനയ്ക്കുള്ളിൽ നിന്ന് തന്നെയാണ് രാഹുലിനെ ചതിച്ചത് എന്ന വിമർശനമാണ് ഇപ്പോഴും ഉള്ളത്. ഒപ്പം തന്നെ ഈ കട്ടപ്പമാർക്കൊപ്പം ഒത്തുചേർന്ന് പോകാൻ കഴിയില്ല എന്ന ഒരു പരാമർശം കൂടി ഇതിനകത്തുണ്ട്. ഒപ്പം ഈ സിനിമയുടെ പോസ്റ്റർ, കട്ടപ്പയുടെ പോസ്റ്റർ ഉൾപ്പെടെ, ബാഹുബലിയുടെ ചിത്രത്തിന്റെ പോസ്റ്റർ ഉൾപ്പെടെ എബിൻ വർക്കിയുടെ ഫോട്ടോയോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ പരാമർശം വരികയും ചെയ്തത്. കള്ളച്ചിരിയുമായി നടക്കുന്നയാളെ തിരിച്ചറിയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. ചിരിയാണ് ഇവന്റെ ആയുധം എന്ന് ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ ഇതിനകത്ത് പരാമർശമുണ്ട്. ഒപ്പം തന്നെ ആട്ടിൻതോലിന് പകരം പച്ചത്തത്തയുടെ കുപ്പായം അണിഞ്ഞ ചെന്നായെ ആർക്കും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല തുടങ്ങിയ പരാമർശങ്ങൾ അടക്കമുണ്ട്. എന്തു തന്നെയായാലും ഒരാളെ ചതിച്ചുകൊണ്ട് മറ്റൊരു സ്ഥാനത്തേക്ക് എത്താം, അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്താം എന്ന ഒരു തോന്നലുണ്ടെങ്കിൽ അത് നടക്കില്ല എന്നും തങ്ങൾ ഇവിടൊക്കെ തന്നെ ഉണ്ടാകുമെന്നുള്ള കാര്യം ഉൾപ്പെടെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ സംസ്ഥാന സമിതിയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഈ ചർച്ചകൾ വളരെ രൂക്ഷമായി തന്നെ മുന്നേറുന്ന സമയത്ത് തന്നെ കേന്ദ്ര നേതൃത്വം ഇടപെട്ടുകൊണ്ട്, സംസ്ഥാന സമിതിയുടെ ചുമതലയുള്ള കേന്ദ്ര നേതൃത്വം ഇടപെട്ടുകൊണ്ട് ഈ ഗ്രൂപ്പ് അഡ്മിൻ ഒള്ളിയായി മാറ്റുകയായിരുന്നു.
രൂക്ഷമായ വിമർശനങ്ങളാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രൂപ്പിനുള്ളിൽ വന്നുകൊണ്ടേയിരുന്നത്. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്നും രാഹുൽ രാജിവെച്ചതോടുകൂടി പുതിയ നേതൃത്വത്തെ കണ്ടെത്തുന്നതിനുള്ള ശ്രമത്തിലേക്ക് നേതൃത്വം കടന്നിരുന്നു. അതിന്റെ ഭാഗമായി ഇനിയും ഒരുപക്ഷെ കൂടുതൽ ചേരിപ്പോരുകളും ഒപ്പം വാക്കേറ്റങ്ങളും ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അതുതന്നെയാണ് ഈ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സമിതി വാട്സപ്പ് ഗ്രൂപ്പിലെ നേതാക്കളുടെ ഭാഷയിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. കൂടുതൽ മെസ്സേജുകൾ എത്തുന്നതിന് മുമ്പ് തന്നെ വാട്സപ്പ് ഗ്രൂപ്പ് അഡ്മിനുള്ളിലാക്കി മാറ്റി എന്നതും ഏറെ ശ്രദ്ധേയമാണ്. ശരി, രജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്. തമ്മിൽ തർക്കവുമായി യൂത്ത് കോൺഗ്രസിലെ നേതാക്കൾ മുന്നോട്ട് പോവുകയാണ്. ഇനി പുതിയ അധ്യക്ഷനെ കൂടി കണ്ടെത്തുമ്പോൾ പ്രശ്നം ഗുരുതരമാകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണത്തിൽ അന്വേഷണത്തിന് പ്രത്യേക സമിതിയെ നിയോഗിക്കാൻ KPCC തീരുമാനിച്ചു. അതേസമയം രാഹുൽ MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്ന നിലപാടിൽ കോൺഗ്രസ് നേതൃത്വം ഉറച്ചു നിൽക്കുന്നു. ഇതിനിടെ രാഹുലിനെ പിന്തുണച്ചും പരാതിക്കാരെ ആക്ഷേപിച്ചും VK ശ്രീകണ്ഠൻ MP നടത്തിയ പരാമർശം വിവാദമായി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്ത്രീകൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വരുന്നതോടെ വിശദമായ അന്വേഷണത്തിന് കോൺഗ്രസ് തയ്യാറെടുക്കുകയാണ്. ഇതിനായി പ്രത്യേക സമിതിയെ നിയോഗിക്കാൻ KPCC തീരുമാനിച്ചു. സമിതിയിലെ അംഗങ്ങളെ ഉടൻ തീരുമാനിക്കും. ആരോപണങ്ങളുടെ സത്യാവസ്ഥയും പരാതികളിലെ വ്യക്തതയും അന്വേഷിക്കും. അതേസമയം രാഹുൽ MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്ന നിലപാടിൽ കോൺഗ്രസ് നേതൃത്വം ഉറച്ചു നിൽക്കുകയാണ്. ധാർമ്മികതയുടെ പേരിൽ സംഘടനാ ചുമതലയിൽ നിന്ന് മാറി നിൽക്കണമെന്ന നിലപാടാണ് കോൺഗ്രസ് ഉയർത്തുന്നത്. ഇതിനിടെ രാഹുലിനെ പിന്തുണച്ചും പരാതി നൽകിയവരെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കടന്നാക്രമിച്ചും ഒരു വിഭാഗം രംഗത്തുണ്ട്. പരാതി നൽകിയ സ്ത്രീകൾക്കെതിരെ സൈബർ ആക്രമണം ശക്തമാകുമ്പോൾ തന്നെ പാലക്കാട് MP VK ശ്രീകണ്ഠൻ നടത്തിയ പരാമർശവും വിവാദമായി. പരാതി ഉന്നയിച്ചവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം പരിശോധിക്കണമെന്നും അല്പവസ്ത്രധാരികളായി മന്ത്രിമാർക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തുവന്നതല്ലേ എന്നുമുള്ള VK ശ്രീകണ്ഠന്റെ പരാമർശം വിമർശനത്തിനിടയാക്കിയിട്ടുണ്ട്. പ്രസ്താവന വിവാദമായതോടെ അത് തിരുത്തി VK ശ്രീകണ്ഠൻ രംഗത്ത് വരികയും ചെയ്തു. ഇതിനിടെ പാർട്ടിക്കുള്ളിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് അടക്കം വലിയൊരു വിഭാഗം ഒളിഞ്ഞും തെളിഞ്ഞും രംഗത്തുണ്ട്. പാലക്കാട് രാഹുലിന് സീറ്റ് നൽകേണ്ടതില്ല എന്ന ധാരണയും നേതാക്കൾക്കിടയിലുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജിക്ക് പിന്നാലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ കണ്ടെത്താനുള്ള ചർച്ചകൾ സജീവമാണ്. സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ വർക്കി, KM അഭിജിത്ത്, ബിനു ചുള്ളിയിൽ തുടങ്ങിയ പേരുകളാണ് സാധ്യതാ പട്ടികയിലുള്ളത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവി രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചതിനെ തുടർന്ന് പകരം പല പേരുകളും അധ്യക്ഷ പദവിയിൽ ഉയർന്നു വരികയാണ്. മുതിർന്ന നേതാക്കളും ഗ്രൂപ്പ് നേതാക്കളും തങ്ങളുടെ അനുയായികളുടെ പേരുകൾ മുന്നോട്ട് വെക്കുമ്പോൾ ഒറ്റപ്പേരിലെത്താനുള്ള ചർച്ചകൾ നേതൃനിരയിൽ സജീവമായി തുടരുന്നു. യൂത്ത് കോൺഗ്രസിൽ നിലവിലെ ഉപാധ്യക്ഷൻ അബിൻ വർക്കിയുടെ പേരാണ് രമേശ് ചെന്നിത്തലയ്ക്ക് താൽപര്യം. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനത്ത് വന്ന അബിൻ വർക്കിക്ക് ബൈലോ പ്രകാരം അധ്യക്ഷ പദവിയിൽ എത്താനാകുമെന്ന വാദവും ഉയരുന്നുണ്ട്. എന്നാൽ ഐ ഗ്രൂപ്പിൽ നിന്ന് അബിൻ വർക്കി അധ്യക്ഷനായാൽ മഹിളാ കോൺഗ്രസ്, KSU തുടങ്ങിയ പോഷക സംഘടനകളുടെ തലപ്പത്ത് മുഴുവൻ ന്യൂനപക്ഷ പ്രാതിനിധ്യമാകുമെന്ന വിലയിരുത്തലും പാർട്ടിക്കുണ്ട്. യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി ബിനു ചുള്ളിയലിന്റെ പേരാണ് KC വേണുഗോപാൽ മുന്നോട്ട് വെക്കുന്നത്. മുമ്പ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് സജീവമായി ഉയർന്ന പേരുകൂടിയായിരുന്നു ബിനു ചുള്ളിയിൽ. അതേസമയം KSU സംസ്ഥാന അധ്യക്ഷനായി ഏറെക്കാലം പ്രവർത്തിച്ച KM അഭിജിത്തിനെയും പരിഗണിക്കുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ് ദേശീയ ഭാരവാഹി പട്ടികയിൽ നിന്ന് അഭിജിത്തിനെ ഒഴിവാക്കിയപ്പോൾ വ്യാപകമായ വിമർശനമാണ് ഉയർന്നിരുന്നത്. KC വേണുഗോപാലുമായി അടുത്തു നിൽക്കുന്ന മറ്റൊരു യുവനേതാവായ OJ ജനീഷിന്റെ പേരും പരിഗണനയിലുണ്ട്. തെക്കൻ ജില്ലകളിൽ നിന്നുള്ള നേതാക്കളാണ് വരുന്നതെങ്കിൽ JS അഖിലും സാധ്യതാ പട്ടികയിലുണ്ട്. എത്രയും വേഗത്തിൽ അധ്യക്ഷനെ പ്രഖ്യാപിക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ MLA പദവിയിൽ നിന്നുള്ള രാജി CPM ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. ഗോവിന്ദൻ മാഷിനോ BJPക്കോ രാജി ആവശ്യപ്പെടാനുള്ള ധാർമ്മികതയില്ല, കോൺഗ്രസ് തീരുമാനിക്കട്ടെ എന്നാണ് MP ഗോവിന്ദൻ പറഞ്ഞത്. VK ശ്രീകണ്ഠന്റെ വിവാദ പരാമർശം ശ്രീകണ്ഠൻ തന്നെ തിരുത്തിയല്ലോ എന്നും സണ്ണി ജോസഫ് പറഞ്ഞു. ഇല്ലല്ലോ, ഞാൻ കേട്ടത് ഗോവിന്ദൻ മാഷ് പറഞ്ഞത് കോൺഗ്രസ് പാർട്ടി ആലോചിക്കട്ടെന്നാണ്. അത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നിങ്ങളെ ചോദ്യം എന്താണ്? പ്രതിപക്ഷം ആവശ്യപ്പെട്ടു എന്നാണ് ചോദിച്ചത്. ഞാൻ ഗോവിന്ദൻ മാസ്റ്ററുടെ വാർത്താ സമ്മേളനം സശ്രദ്ധം വീക്ഷിച്ചു. അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ് ആലോചിക്കട്ടെന്നാണ്. അത്ര മാത്രമേ അദ്ദേഹത്തിന് പറയാൻ സാധിക്കൂ. കാരണം CPM ഇത്തരം കേസുകളിൽ ഇതിനേക്കാൾ ഗൗരവമേറിയ കേസുകൾ ആലോചിച്ചിട്ടില്ല. BJPക്കും അത് ഞങ്ങളെ ഉപദേശിക്കാനുള്ള ധാർമ്മികതയില്ല. ബ്രിജ്ഭൂഷൻ്റെ കേസുണ്ട്. യെഡ്യൂരപ്പ പോസ്കോ കേസിൽ പ്രതിയാണ്. BJPയുടെ പരമോന്നത സമിതിയിൽ അംഗമാണ്.
ഉന്നാവ് കേസ് നമ്മളുടെ മുമ്പിലുണ്ട്, ഹത്ര കേസ് നമ്മളുടെ മുമ്പിലുണ്ട്. അതൊന്നും പറയാൻ ഞാൻ ആഗ്രഹിച്ചതല്ല, അതെല്ലാം അവർക്ക് നന്നായിട്ടറിയാം. ഇവിടെ ഏറ്റവും വേഗത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടി സ്ഥാനത്തുനിന്ന് അദ്ദേഹം ഒഴിഞ്ഞു. അതിൻ്റെ കാരണങ്ങൾ എല്ലാവർക്കും അറിയാം. ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ ആലോചിച്ച് ചെയ്യും. കാർഷിക സർവകലാശാലയിലെ ധനപ്രതിസന്ധി മറികടക്കാൻ വിദ്യാർത്ഥികൾക്ക് മുകളിൽ ഭാരം അടിച്ചേൽപ്പിക്കാൻ സർവകലാശാല നീക്കം നടത്തുന്നതായി പരാതി. വിദ്യാർത്ഥികളുടെ സെമസ്റ്റർ ഫീസ് ഇരട്ടിയിലധികം ഉയർത്താൻ നിർദ്ദേശം. അക്കാദമിക് കൗൺസിലിന്റെ മിനിറ്റ്സിന്റെ പകർപ്പ് പുറത്ത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ നീങ്ങുന്ന കാർഷിക സർവകലാശാല ആഭ്യന്തര വരുമാനം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് സെമസ്റ്റർ ഫീസ് ഇരട്ടിയിലധികം ഉയർത്തുന്നത്. PhD വിദ്യാർത്ഥികളുടെ സെമസ്റ്റർ ഫീസ് 18,780 എന്നത് 60,000 ഉയർത്തും. PG വിദ്യാർത്ഥികളുടേത് 17,845 എന്നത് 55,000-ഉം ഡിഗ്രി വിദ്യാർത്ഥികളുടേത് 12,000 എന്നത് 50,000-ഉമായി ഉയർത്തുമെന്നുമാണ് തീരുമാനം. ഉത്തരവ് അടുത്ത വർഷം മുതൽ നടപ്പാക്കാനാണ് അക്കാദമിക് കൗൺസിലിന്റെ തീരുമാനം. എന്നാൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ച കടുത്ത ആശങ്കയും പ്രതിഷേധവുമാണ് വിഷയത്തിലുള്ളത്. കാർഷിക മേഖലയിലെ ഉന്നമനം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന സർവകലാശാല ഫീസ് കുത്തനെ ഉയർത്തുന്നതിലൂടെ വിദ്യാർത്ഥികൾക്കുണ്ടാകുന്ന ദുരിതത്തിനോടൊപ്പം കാർഷിക മേഖലയിലെ പഠനത്തെയും പിന്നോട്ടടിക്കുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. അമൃത ന്യൂസ്, തൃശൂർ. ഭീകരവാദികൾക്ക് സഹായം ചെയ്ത 2 ഉദ്യോഗസ്ഥരെ ജമ്മുകശ്മീരിൽ ജോലിയിൽ നിന്ന് പുറത്താക്കി. ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയാണ് നടപടിയെടുത്തത്. ലഷ്കർ-ഇ-തോയ്ബയുമായി സഹകരിച്ച് പ്രവർത്തിച്ചിരുന്ന 2 ഉദ്യോഗസ്ഥരെയാണ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ പുറത്താക്കിയത്. ഭരണഘടനയുടെ 311 അനുച്ഛേദ പ്രകാരമാണ് നടപടി. തീപിടുത്തമുണ്ടായതിനെ തുടർന്ന് താൽക്കാലികമായി അടച്ച കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ PMSSY ബ്ലോക്കിലെ സർജിക്കൽ സൂപ്പർ സ്പെഷ്യാലിറ്റി അത്യാഹിത വിഭാഗം ഓഗസ്റ്റ് 24-ന് വൈകിട്ട് 4 മണിയോടെ പ്രവർത്തനം പുനരാരംഭിക്കും. വാർഡുകൾ ഓഗസ്റ്റ് 27-ഓടെ പ്രവർത്തന സജ്ജമാകുമെന്ന് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് അറിയിച്ചു. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള സാങ്കേതിക സമിതി കെട്ടിടത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ വശങ്ങളും അവലോകനം ചെയ്ത ശേഷമാണ് പ്രവർത്തനം പുനരാരംഭിക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടത്. കമ്മിറ്റിയിൽ ഉൾപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ്, കെട്ടിട വിഭാഗം, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഉൾപ്പെടെയുള്ള ഏജൻസികൾ നിർദ്ദേശിച്ച അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയ ശേഷം അഗ്നിസുരക്ഷാ വിഭാഗം ആവശ്യമായ പരിശോധനകൾ നടത്തി. കെട്ടിടത്തിന് കഴിഞ്ഞ ദിവസം NOC നൽകിയിരുന്നു. ആലപ്പുഴയിൽ തമിഴ്നാട് കുളച്ചൽ സ്വദേശികളുടെ അനധികൃത മത്സ്യബന്ധനം. തോട്ടപ്പള്ളി തുറമുഖത്ത് സംഘർഷം. കുളച്ചൽ സ്വദേശികൾ പുറംകടലിൽ നിന്ന് അനധികൃതമായി കണവ പിടികൂടിയതാണ് സംഘർഷത്തിന് കാരണമായത്. തമിഴ്നാട് കുളച്ചൽ സ്വദേശികൾ മാസങ്ങൾക്ക് മുൻപ് തന്നെ പുറക്കാട് നിന്ന് പുലർച്ചെ നിരോധിത വല ഉപയോഗിച്ച് അനധികൃത മത്സ്യബന്ധനം നടത്തുന്നുവെന്ന വ്യാപക പരാതി ഉയർന്നിരുന്നു. ഇതിനിടയിലാണ് വെള്ളിയാഴ്ച തോട്ടപ്പള്ളിയിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ കുളച്ചൽ തൊഴിലാളികളെ പിടികൂടുന്നത്. പവർ ലൈറ്റ്, ജനറേറ്റർ എന്നിവയുൾപ്പെടെ നിരവധി വസ്തുക്കൾ വള്ളത്തിലെത്തിച്ചാണ് അനധികൃതമായി ഇവർ കണവ പിടികൂടിയത്. തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള വള്ളങ്ങളിലായിരുന്നു കുളച്ചൽ സ്വദേശികളുടെ മത്സ്യബന്ധനം. ഇവയ്ക്ക് പച്ച കളർ കോഡാണുള്ളത്. ഇത്തരത്തിലെ 3 വള്ളങ്ങളാണ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ പിടികൂടിയത്. നമ്മുടെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളി മേഖലയെ നശിപ്പിക്കുന്ന തരത്തിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള കേരളത്തിൽ നിരോധിച്ച വലകൾ ഉപയോഗിച്ചും അതുപോലെ തന്നെ പവർ ലൈറ്റ് ഉപയോഗിച്ചും മത്സ്യബന്ധനം നടത്തി കേരളത്തിൻ്റെ തീരപ്രദേശത്ത് മത്സ്യം ഉണ്ടാകാത്ത തരത്തിൽ അനധികൃതമായിട്ടുള്ള മത്സ്യബന്ധനമാണ് നടത്തുന്നത്. പ്രധാനമായും സംസ്ഥാന ഗവൺമെൻറ് നിയമത്തിലൂടെ നടപ്പിലാക്കിയ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള വള്ളങ്ങൾ ഇവിടെ മത്സ്യബന്ധനം നടത്തുന്നത്. വള്ളങ്ങളും കണവയും പിന്നീട് തോട്ടപ്പള്ളി തുറമുഖത്ത് എത്തിച്ചു. ഏകദേശം 1000 കിലോ കണവയാണ് അനധികൃതമായി പിടിച്ചെടുത്തത്. വെള്ളിയാഴ്ച 1 കിലോ കണവയുടെ വില 630 രൂപയായിരുന്നു. പിടിച്ചെടുത്ത കണവ പിന്നീട് ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ തോട്ടപ്പള്ളി തുറമുഖത്തെത്തിച്ച് ലേലം ചെയ്തു. ലേലത്തുക സർക്കാരിലേക്ക് കണ്ടുകെട്ടി. മാസങ്ങളായി നടക്കുന്ന ഈ അനധികൃത മത്സ്യബന്ധനത്തിനെതിരെ ഫിഷറീസ് വകുപ്പ് നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ പരാതി. കുളച്ചൽ സ്വദേശികൾ പവർ ലൈറ്റ് ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തുന്നതിനാൽ തങ്ങൾക്ക് മത്സ്യം കിട്ടുന്നില്ലെന്ന പരാതിയാണ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ ഉയർത്തുന്നത്. ഇതിനെതിരെ കർശനമായ പരിശോധനയും നടപടിയും വേണമെന്നാണ് ഇവരുടെ ആവശ്യം. അമൃത ന്യൂസ്, ആലപ്പുഴ. തോട്ടം തൊഴിലാളികളുടെ പ്രിയ നേതാവ് വാഴൂർ സോമനനാടിന്റെ അന്ത്യാഞ്ജലി. പീരുമേട് പാമ്പനാറിൽ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം. കോട്ടയം ജില്ലയിലെ വാഴൂരിൽ നിന്ന് പീരുമേട്ടിലെത്തി തോട്ടം തൊഴിലാളികൾക്കായി പ്രവർത്തിച്ച വാഴൂർ സോമൻ 5 പതിറ്റാണ്ടോളം നീണ്ട സംഘടനാ പ്രവർത്തനം, തൊഴിലാളി സമരത്തിന്റെ ഭാഗമായി അനുഭവിച്ച കൊടിയ പോലീസ് മർദ്ദനം, ഒടുവിൽ തൊഴിലാളികൾക്കായി നിയമസഭാ സാമാജികനായി നടത്തിയ പോരാട്ടം,
അത് പൂർത്തിയാകും മുമ്പ് അപ്രതീക്ഷിത വിടവാങ്ങൽ. തോട്ടം തൊഴിലാളികളും സാധാരണക്കാരും ഉൾപ്പെടെ ആയിരങ്ങൾ തങ്ങളുടെ പ്രിയ നേതാവിനെ അവസാനമായി കാണാൻ വണ്ടിപ്പെരിയാർ കമ്മ്യൂണിറ്റി ഹാളിലേക്ക് രാവിലെ മുതൽ ഒഴുകിയെത്തി. നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ, മന്ത്രിമാരായ കെ രാജൻ, റോഷി അഗസ്റ്റിൻ, പി പ്രസാദ്, ജെ ചിഞ്ചുറാണി, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തുടങ്ങി നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. പൊതുദർശനത്തിനു ശേഷം പഴയ പാമ്പനാറിൽ SK ആനന്ദൻ സ്മൃതി മണ്ഡപത്തിന് സമീപം സംസ്കാര ചടങ്ങുകൾ നടന്നു. സാധാരണക്കാർക്കൊപ്പം അവരെപ്പോലെ ജീവിച്ച് അവർക്കായി ജീവിതം സമർപ്പിച്ച വാഴൂർ സോമൻ ഇനി കണ്ണീരോർമ്മ. അമൃത ന്യൂസ്, ഇടുക്കി. ഗതാഗത വകുപ്പിന്റെ ട്രാൻസ്പോ 2025 വാഹന പ്രദർശന മേളയ്ക്ക് തുടക്കമായി. തിരുവനന്തപുരം കനകക്കുന്നിൽ നടക്കുന്ന പരിപാടി ധനമന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു. KSRTC പുതുതായി പുറത്തിറക്കുന്ന ബസ്സുകളുടെ പ്രദർശനവും മോട്ടോ എക്സ്പോയും ട്രാൻസ്പോ 2025 ഉൾപ്പെടും. ഓഗസ്റ്റ് 24 വരെയാണ് പ്രദർശനം. രാവിലെ 9 മണിയോടുകൂടി ആരംഭിച്ച വിളംബര ഘോഷയാത്രയോടുകൂടിയാണ് ട്രാൻസ്പോ 2025 തുടക്കമായത്. കവടിയാർ കൊട്ടാരത്തിൽ നിന്നും ആരംഭിച്ച വിളംബര ജാഥ പ്രദർശനമേളയുടെ വേദിയായ കനകക്കുന്ന് വരെ നീണ്ടു. ഗതാഗത മന്ത്രിയും KSRTC ജീവനക്കാരും ഉൾപ്പെടെയുള്ളവർ വിളംബര ജാഥയിൽ പങ്കാളികളായി. കാറുകളുടെയും മോട്ടോർ വെഹിക്കിളുകളുടെയും റോഡ് ഷോയും വിളംബര ജാഥയുടെ ഭാഗമായി. കനകക്കുന്ന് നിശാഗന്ധിയിൽ നടന്ന ട്രാൻസ്പോ 2025 ഉദ്ഘാടനം മന്ത്രി KN ബാലഗോപാൽ നിർവഹിച്ചു. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ VK പ്രശാന്ത് MLA, ഗതാഗത കമ്മീഷണർ നാഗരാജു, KSRTC CMD PS പ്രമോദ് ശങ്കർ എന്നിവർ പങ്കെടുത്തു. ലാഭത്തിലേക്ക് വരാൻ KSRTCക്ക് കഴിയുമെന്നും ബസ്സുകൾക്കൊപ്പം ബസ് സ്റ്റാൻഡുകളും വൃത്തിയായി സൂക്ഷിക്കണമെന്നും മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. ലാഭകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. ലാഭകരമായി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് KSRTC പൊതു സർവീസാണ്. മറ്റതുപോലെ എല്ലാം വലിയ ലാഭമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ KSRTCയെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളൊരു കാലഘട്ടത്തിൽ ധനകാര്യമന്ത്രിയായിരിക്കുന്ന ഒരാളെന്ന നിലയിൽ അത് പറയാനുള്ള അവകാശം എനിക്കുണ്ടെന്ന് കരുതുന്നു. ആദ്യഘട്ടത്തിൽ 156 വാഹനങ്ങളാകും എത്തുക. ഒരു ദിവസം 50 ലക്ഷം രൂപയുടെ അധിക വരുമാനം പ്രതീക്ഷിക്കുന്നതായും പുതിയ വാഹനങ്ങൾ സെപ്റ്റംബർ 1 മുതൽ സർവീസ് ആരംഭിക്കുമെന്നും ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. ആദ്യഘട്ടത്തിലെ 150 വണ്ടികൾ അത് ഇറങ്ങുന്നതോടെ തന്നെ KSRTC വരുമാനത്തിൽ ഒരു ദിവസം 50 ലക്ഷം രൂപയുടെ വർധനവുണ്ടാകണം. ഓഗസ്റ്റ് 24 വരെ നീണ്ടു നിൽക്കുന്ന മേളയിൽ KSRTCയുടെ പുതിയതായി നിരത്തിലിറക്കാൻ പോകുന്ന വാഹനങ്ങൾ, പുതിയ മോഡൽ കാർ, ബൈക്ക്, ബസ്, ട്രക്ക് തുടങ്ങിയവയുടെ പ്രദർശനമായിരിക്കും ഉണ്ടാകുക. രാവിലെ 11 മണി മുതൽ രാത്രി 9 വരെ ആയിരിക്കും പ്രദർശനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മുതിർന്ന മാധ്യമപ്രവർത്തകരായ സിദ്ധാർത്ഥ് വരദരാജൻ, കരൺ ഥാപ്പർ എന്നിവരുടെ അറസ്റ്റ് സുപ്രീംകോടതി തടഞ്ഞു. ജസ്റ്റിസ് സൂര്യകാന്ത്, ജോയ് മല്യ ഭാക്ഷി എന്നിവർ അടങ്ങിയ 2-അംഗ ബെഞ്ചിന്റേതാണ് നടപടി. സെപ്റ്റംബർ 15-ന് ഹർജി വീണ്ടും പരിഗണിക്കും. അതുവരെ അറസ്റ്റോ മറ്റു നടപടികളോ ഉണ്ടാകരുത് എന്നാണ് നിർദ്ദേശം. അന്വേഷണത്തോട് സഹകരിക്കാൻ 2 പേർക്കും കോടതി നിർദ്ദേശം നൽകി. കഴിഞ്ഞ ദിവസമാണ് ഇരുവർക്കുമെതിരെ അസം പോലീസ് രാജ്യദ്രോഹ കുറ്റം ചുമത്തിയത്. യമൻ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയ കേസിൽ മാധ്യമവാർത്തകൾ തടയണമെന്നാവശ്യപ്പെട്ട് സുപ്രീംകോടതിയിൽ ഹർജി. സുവിശേഷകനായ KA പോളാണ് ചർച്ചകൾക്കായി 3 ദിവസത്തേക്ക് വാർത്തകൾ വിലക്കണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചത്. ഈ മാസം 24-നോ 25-നോ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുമെന്ന് KA പോൾ കോടതിയിൽ പറഞ്ഞു. യമനിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും ഹർജിയിൽ പറയുന്നു. ഹർജിയിൽ കോടതി നോട്ടീസ് അയച്ചു. നിമിഷപ്രിയയെ സംരക്ഷിക്കാൻ അവരുടെ അമ്മയുണ്ടെന്ന് കോടതി പറഞ്ഞു. നിങ്ങൾ എന്തിന് ആശങ്കപ്പെടുന്നു എന്നും പോളിനോട് സുപ്രീംകോടതി ചോദിച്ചു. ഹർജി തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കും. പാർലമെന്റ് മതിൽ ചാടിക്കടന്ന് അകത്തേക്ക് എത്തിയ വ്യക്തിക്ക് മാനസിക പ്രശ്നങ്ങളുണ്ടെന്ന് CISF. ഉത്തർപ്രദേശ് സ്വദേശിയായ രാംകുമാറാണ് പുലർച്ചെ 5:50-ന് മതിൽ ചാടിക്കടന്ന് അകത്തെത്തിയത്. റെയിൽ ഭവന് സമീപത്തുള്ള മരത്തിൽ കൂടിയാണ് യുവാവ് പുതിയ പാർലമെന്റ് പരിസരത്തേക്ക് എത്തിയത്. ഇയാളെ നിലവിൽ ചോദ്യം ചെയ്തു വരികയാണ്. സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സർക്കാരിന്റെ ഓണസമ്മാനമായി 2 ഗഡു ക്ഷേമ പെൻഷൻ ലഭിക്കും. നാളെ മുതൽ ഇത് ലഭിച്ചു തുടങ്ങും. ഇതിനായി 1679 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. 62 ലക്ഷത്തോളം പേർക്കാണ് ഓണത്തിന് 3200 രൂപ വീതം ലഭിക്കുന്നത്. ഓഗസ്റ്റിലെ പെൻഷന് പുറമെ 1 ഗഡു കുടിശ്ശിക കൂടിയാണ് അനുവദിച്ചത്. 26.62 ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ തുകയെത്തും. മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിൽ പെൻഷൻ എത്തിക്കും. ഇതോടുകൂടി ഇനി ക്ഷേമ പെൻഷൻ കുടിശ്ശിക 1 ഗഡു മാത്രമാണ് ബാക്കിയുള്ളത്. സംസ്ഥാനത്ത് ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. മലപ്പുറം ചേലമ്പ്ര സ്വദേശിയായ 47-കാരനാണ് രോഗബാധ.
ഇതോടെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 5 പനി ബാധിച്ച് കഴിഞ്ഞ 20 ദിവസമായി മലപ്പുറം ചേലേമ്പ്ര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇന്നലെ നടത്തിയ CSF പരിശോധനയിലാണ് ചേലേമ്പ്ര സ്വദേശിക്ക് രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ പ്രദേശത്തെ 80 വാർഡുകളിൽ ആരോഗ്യവകുപ്പ് അധികൃതർ ക്ലോറിനേഷൻ നടത്തി. അതേസമയം അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കഴിഞ്ഞയാഴ്ച മരിച്ച താമരശ്ശേരിയിലെ 9 വയസ്സുകാരുടെ സഹോദരനും കഴിഞ്ഞ ദിവസം നടത്തിയ രണ്ടാമത്തെ പരിശോധനയിൽ രോഗം സ്ഥിരീകരിച്ചിരുന്നു. കുട്ടിയുടെ ആദ്യത്തെ പരിശോധനാ ഫലം നെഗറ്റീവ് ആയിരുന്നുവെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ടായിരുന്നതിനാൽ വൈറോളജി ലാബിൽ സ്രവ പരിശോധന നടത്തുകയായിരുന്നു. 2 പേർക്ക് പുറമെ മലപ്പുറം ചേളാരിയിലെ 11-കാരൻ, കോഴിക്കോട് അന്നശ്ശേരിയിലെ 38-കാരൻ, 3 മാസം പ്രായമുള്ള കുഞ്ഞ് എന്നിവരും രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നുണ്ട്. 3 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. ഇതോടെ മലബാറിലെ 3 ജില്ലകളിൽ ആരോഗ്യവകുപ്പ് ജാഗ്രതാ പ്രവർത്തനം ശക്തമാക്കി. അമൃത ന്യൂസ്, കോഴിക്കോട്. കൊല്ലം ജില്ലയിൽ പകർച്ചവ്യാധികൾ പടരുന്നു. കഴിഞ്ഞ 4 ദിവസങ്ങളായി ജില്ലയിൽ പനി ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 7 ജില്ലയിലെ മലയോര മേഖലകളിൽ ഉൾപ്പെടെ സ്ഥിതി ഗുരുതരമായി തുടരുമ്പോഴും പ്രതിരോധ നടപടികൾ കാര്യക്ഷമമായി നടക്കുന്നില്ല. എലിപ്പനി, ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം തുടങ്ങി പകർച്ചവ്യാധികൾ എല്ലാം ഇപ്പോൾ കൊല്ലത്തെ ഭീതിയിലാക്കിയിരിക്കുകയാണ്. ജില്ലയുടെ കിഴക്കൻ മേഖലകളിലാണ് പകർച്ചവ്യാധികൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ നഗരപരിധിയിലും സ്ഥിതി വ്യത്യസ്തമല്ല. പ്രായമായവരിലും കുട്ടികളിലും പനി മൂലമുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ കൂടുതലാണ്. വിട്ടുമാറാത്ത ചുമയും തളർച്ചയും ശരീരം മുഴുവനായുള്ള വേദനയുമാണ് പലരെയും അലട്ടുന്നത്. സ്കൂൾ കുട്ടികളുടെ ഇടയിലും പകർച്ചവ്യാധികൾ കൂടി വരുന്നതോടെ ക്ലാസുകൾക്ക് അവധി നൽകേണ്ട അവസ്ഥ വരെ ഉണ്ടായി. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ പനി ബാധിച്ചു ചികിത്സ തേടിയത് 4000-ഓളം രോഗികളാണ്. പരിശോധനകളിൽ ഡെങ്കിപ്പനി ബാധിച്ചാണ് ഇതിൽ കൂടുതൽ പേരും ആശുപത്രികളിൽ എത്തിയതെന്ന് ആരോഗ്യവകുപ്പ് കണ്ടെത്തി. എലിപ്പനി ബാധിതരുടെ എണ്ണത്തിലും മുൻപുണ്ടായതിലും വർധനവുണ്ടായിട്ടുണ്ട്. ശാരീരിക ബുദ്ധിമുട്ടുകൾക്ക് ഏറെ കാരണമാകുന്ന എലിപ്പനി മൂലമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മരണങ്ങൾ ഉണ്ടായതെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. പകർച്ചവ്യാധികൾ പിടിപെട്ട സർക്കാർ ആശുപത്രികളിലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും ചികിത്സ തേടുന്നവരുടെ കണക്കുകൾ മാത്രമേ ആരോഗ്യവകുപ്പിന്റെ കൈവശമുള്ളൂ. സ്വകാര്യ ആശുപത്രികളിലും പനി ബാധിച്ചെത്തുന്നവരുടെ എണ്ണം കൂടി വരുന്നുണ്ട്. പലരും സ്വയം ചികിത്സയിലൂടെ പനി കുറയുമെന്ന ധാരണയിൽ ചികിത്സ തേടാറുമില്ല. ജില്ലയിൽ ആരോഗ്യമേഖലയിൽ സ്ഥിതി ഗുരുതരമായി തുടരുമ്പോൾ ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമല്ല എന്ന പരാതികൾ ഉയരുന്നു. ഇക്കാര്യങ്ങളിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തേണ്ടുന്ന ആരോഗ്യവകുപ്പിന് ഇതിലൊന്നും മറുപടി പറയാൻ പോലും സമയമില്ല. പകർച്ചവ്യാധികൾ മരണക്കണക്കുകൾ ഉയർത്തുമ്പോഴും മീറ്റിംഗുകൾക്കായി മാത്രമാണ് ജില്ലാ ആരോഗ്യവകുപ്പും ജീവനക്കാരും സമയം ചിലവഴിക്കുന്നത്. പൊതുജനങ്ങൾക്കാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകാനോ പകർച്ചവ്യാധികൾ പടരുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കാനോ ആരോഗ്യവകുപ്പ് ജീവനക്കാർക്ക് കൃത്യമായി കഴിയുന്നില്ല. അമൃത ന്യൂസ്, കൊല്ലം. നിയമസഭയിൽ RSS പ്രാർത്ഥനാഗാനം ആലപിച്ച് കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ. പ്രാർത്ഥനാഗാനം ആലപിക്കുന്ന ശിവകുമാറിന്റെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ്. വിമർശനങ്ങൾ ഉയർന്നതോടെ താൻ എക്കാലവും കോൺഗ്രസുകാരനായിരിക്കുമെന്ന് വ്യക്തമാക്കി ശിവകുമാറും രംഗത്തെത്തി. നമസ്തേ സദാ വത്സലേ മാതൃഭൂമി അധ്യക്ഷയാ ഹിന്ദുഭൂമി സുഖം വർദ്ധിതോഹം മഹാമംഗലേ. I am a born congressman. My blood, my life, everything is there. But I have made a research on all political parties. I made a big research on all political parties. I know how RSS is building institutions in Karnataka. I, being a leader, I made research. They are acquiring every schools in every district, taluk headquarters, investing a lot of money. They are trying to preach children. So as a leader, I should know who are my opponents and who are my friends. BJP സംസ്ഥാന നേതൃയോഗം കൊച്ചിയിൽ ചേർന്നു. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷത വഹിച്ച യോഗം കേന്ദ്രമന്ത്രി അമിത് ഷാ ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്താനാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ സാന്നിധ്യത്തിൽ യോഗം ചേർന്നത്. കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി, ജോർജ് കുര്യൻ, മുൻ സംസ്ഥാന അധ്യക്ഷന്മാരായ കുമ്മനം രാജശേഖരൻ, PK കൃഷ്ണദാസ്, V മുരളീധരൻ, K സുരേന്ദ്രൻ, BJP സംസ്ഥാന ഭാരവാഹികൾ, ജില്ലാ അധ്യക്ഷന്മാർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. നേതൃയോഗത്തിന്റെ തുടർച്ചയായി ശനിയാഴ്ച രാവിലെ മുതൽ തൃശൂരിൽ BJP സംസ്ഥാന ശില്പശാലയും സംഘടിപ്പിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ BJP യോഗത്തിൽ വിലയിരുത്തിയെന്നും വികസന അജണ്ട ഉയർത്തിപ്പിടിച്ചുള്ള തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ നടത്തുമെന്നും MT രമേശ് പറഞ്ഞു. ദേശസുരക്ഷയ്ക്ക് പ്രാധാന്യമില്ലാത്ത സംസ്ഥാനമായി കേരളം മാറി. ദേശവിരുദ്ധ ശക്തികളുടെ പ്രവർത്തനമാണ് നടക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി.
നിങ്ങൾക്ക് ഈ രാജ്യത്ത് എവിടെയും വോട്ട് ചേർക്കാം, നിയമാനുസൃതം. 6 മാസം നിങ്ങളുടെ സ്ഥലത്ത് തുടർച്ചയായി താമസിക്കുകയും നിങ്ങളുടെ അയൽക്കാരൻ നിങ്ങളെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്താൽ ഈ രാജ്യത്ത് എവിടെയും നിങ്ങൾക്ക് വോട്ട് ചേർക്കാം. എനിക്ക് കാശ്മീരിൽ പോയി ചേർക്കാം, കാശ്മീരുകാരൻ ഇവിടെയും ചേർക്കാം. ജയസാധ്യതയുള്ളിടത്ത് ഞങ്ങൾക്കൊരു 6 മാസം പോയി താമസിക്കാൻ നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടില്ല. ഞങ്ങളൊരു സ്ഥലത്ത് പോയി താമസിച്ചാൽ എന്താ ബുദ്ധിമുട്ടെന്ന്? അങ്ങനെ ഇപ്പോൾ എല്ലാ സ്ഥലത്തും പോയി താമസിക്കാതെ ഇതൊക്കെ പ്രായോഗികമല്ലല്ലോ. ഞങ്ങൾ ചോദിക്കണം, ഞങ്ങൾ തൃശ്ശൂരിൽ എവിടുന്ന് വോട്ട് ചേർക്കുന്നത് പറയുന്നത്? തൃശ്ശൂർക്കാരുടെ വോട്ടാണ് ചേർത്തത്. മറ്റൊരു സ്ഥലത്ത് ആളുകളെ കൊണ്ടുപോയി വോട്ട് ചേർപ്പിക്കുന്ന പരിപാടി BJPക്കില്ല. ഇവർ ചൂണ്ടിക്കാണിക്കട്ടെ അങ്ങനെ വോട്ട് ചേർത്ത്. ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. തൃശ്ശൂരിൽ ഞങ്ങൾ വോട്ട് ചേർത്തിട്ടുണ്ട്. ഞങ്ങൾ പുറത്തുനിന്ന് ആരെങ്കിലും വോട്ട് ചേർത്തായിട്ട് നിങ്ങൾക്ക് വല്ല തെളിവുണ്ടോ? ഉണ്ടെങ്കിൽ കൊണ്ടുപോവാം. ദേശീയ ഗവൺമെൻറ് വരണം, BJP നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ് വരണം. 2026 ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ഗവൺമെൻറ് കേരളത്തിൽ ഉണ്ടാവണം. കേരളത്തിന്റെ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് സംസ്ഥാനം അവഗണിച്ചുവെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. പോപ്പുലർ ഫ്രണ്ടിന്റെ സ്ലീപ്പിംഗ് സെല്ലുകൾ ഇന്നും പ്രവർത്തിക്കുന്നുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ ജനങ്ങളുടെ മുമ്പാകെ വികസന അജണ്ട ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനാണ് ഞങ്ങൾ നേതൃത്വം കൊടുക്കുന്നത്. സുരക്ഷാ വീഴ്ചയെ സംബന്ധിച്ച് ആവർത്തിച്ച് കേന്ദ്രം കൊടുക്കുന്ന നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശങ്ങളൊന്നും നടപ്പിലാക്കാൻ നേരത്തെ UDF ഗവൺമെൻറ് ആയാലും ഇപ്പോഴത്തെ LDF ഗവൺമെൻറ് തയ്യാറാകുന്നില്ല. പോപ്പുലർ ഫ്രണ്ടിൻ്റെ സ്ലീപ്പിംഗ് സെല്ലുകൾ ഈ കേരളത്തിൽ മറ്റു പല രൂപത്തിലും പ്രവർത്തിക്കുന്നു എന്ന് കേന്ദ്ര ഇൻ്റലിജൻസ് ആവർത്തിച്ച് കേരള ഗവൺമെൻറ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ്. കേരളത്തിലെ തീരപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ തോതിലുള്ള ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്താൻ ചില ആളുകൾ പരിശ്രമിക്കുന്നു. സംസ്ഥാന ഗവൺമെൻറ് ദേശവിരുദ്ധ ശക്തികൾക്കെതിരായി നടപടി സ്വീകരിക്കുന്നില്ല. വോട്ട് വിവാദത്തിൽ ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറഞ്ഞിട്ടുണ്ട് എന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ആരെയും കുറ്റപ്പെടുത്താനില്ലെന്നും ഒന്നിനും മറുപടി പറയുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. എൻ്റെ ജീവിതത്തിലാണ് എന്നിൽ ഒരു വ്യക്തിയുണ്ട്. വ്യക്തിയുടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു കുടുംബസ്ഥൻ, ഭർത്താവ്, അച്ഛൻ, മകൻ, അങ്ങനെ പല ബന്ധങ്ങളുണ്ട് എനിക്ക്. അതിനെല്ലാം ഹനിക്കുന്ന രീതിയിലാണ് ഞാൻ. ശ്രീലങ്കൻ മുൻ പ്രസിഡന്റും പ്രധാനമന്ത്രിയുമായിരുന്ന റെനിൽ വിക്രമസിംഗെ അറസ്റ്റിൽ. സർക്കാർ ഫണ്ട് സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിച്ചെന്ന കേസിലാണ് അറസ്റ്റ്. പ്രസിഡന്റായിരുന്ന സമയത്ത് പൊതുപ്പണം ദുരുപയോഗം ചെയ്തെന്ന കേസിൽ മൊഴിയെടുക്കാൻ കൊളംബോയിലെ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ആസ്ഥാനത്തെത്തിയപ്പോഴാണ് അറസ്റ്റ് ചെയ്തത്. 2023 കേസിനാസ്പദമായ സംഭവം. വിക്രമസിംഗയുടെ ഭാര്യ പ്രൊഫസർ മൈത്രി വിക്രമസിംഗയെ ആദരിക്കുന്ന പരിപാടി ലണ്ടനിലെ ഒരു സർവകലാശാല സംഘടിപ്പിച്ചിരുന്നു. ക്യൂബയിലെ ഹവാനയിൽ നടന്ന G77 ഉച്ചകോടിയിൽ നിന്ന് മടങ്ങുന്നതിനിടെ സർവകലാശാല പരിപാടിയിൽ പങ്കെടുക്കാൻ വിക്രമസിംഗയും സംഘവും ലണ്ടനിലേക്ക് പോയി. ഇതിന്റെ മുഴുവൻ ചെലവുകളും വഹിച്ചത് സർക്കാർ ഖജനാവിൽ നിന്നാണെന്നാണ് ആരോപണം. അതേസമയം ബിരുദദാന ചടങ്ങിലേക്ക് വിക്രമസിംഗയെയും ക്ഷണിച്ചുള്ള UK സർവകലാശാലയുടെ ക്ഷണക്കത്ത് UNP പാർട്ടി പുറത്തുവിട്ടു. യാത്രയ്ക്കായി സർക്കാർ പണം ഉപയോഗിച്ചിട്ടില്ലെന്നാണ് പാർട്ടിയുടെ വാദം. 2022-നും 2024-നും ഇടയിൽ വിക്രമസിംഗെ 23 വിദേശയാത്രകളാണ് നടത്തിയത്. ഇതിനായി 600 ദശലക്ഷം രൂപയിലധികം ചെലവഴിച്ചെന്നാണ് റിപ്പോർട്ട്. യാത്രയുമായി ബന്ധപ്പെട്ട ചിലവുകളെക്കുറിച്ച് മുൻപ് പോലീസ് വിക്രമസിംഗയുടെ ജീവനക്കാരെ ചോദ്യം ചെയ്തിരുന്നു. ഇതിനു പിന്നാലെയാണ് വിക്രമസിംഗയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. അഴിമതിയും ദുർഭരണവും ആരോപിച്ച് പ്രതിഷേധങ്ങൾക്കൊടുവിൽ രജപക്സെ സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്നാണ് 2022 ജൂലൈയിൽ വിക്രമസിംഗെ പ്രസിഡന്റായി സ്ഥാനമേൽക്കുന്നത്. രാജ്യത്തെ സാമ്പത്തിക മാന്ദ്യത്തിനു ശേഷം സമ്പദ്വ്യവസ്ഥയെ സുസ്ഥിരമാക്കിയതിന്റെ ബഹുമതി അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. പക്ഷേ 2024 സെപ്റ്റംബറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ വിക്രമസിംഗെ പരാജയപ്പെടുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. കോഴിക്കോട് തൊണ്ടയാടുള്ള ഐ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയിൽ റിലാക്സ് സ്മൈൽ ശസ്ത്രക്രിയയ്ക്ക് തുടക്കമായി. കൺസൾട്ടേഷനും 2500 രൂപയുടെ സ്കാനിങ്ങും സൗജന്യമാണ്. ആദ്യ 100 രോഗികൾക്ക് 20,000 രൂപ ഡിസ്കൗണ്ട് ലഭിക്കുമെന്ന് ഐ ഫൗണ്ടേഷൻ അധികൃതർ അറിയിച്ചു. 30 സെക്കൻഡിൽ ശസ്ത്രക്രിയ പൂർത്തിയാക്കി എന്നേക്കുമായി കണ്ണട ഒഴിവാക്കാനാകുന്ന നൂതന ലാസിക് ശസ്ത്രക്രിയയാണ് റിലാക്സ് സ്മൈൽ. നേത്ര സംരക്ഷണ രംഗത്തെ ലോകപ്രശസ്ത കമ്പനിയായ സീസ് വികസിപ്പിച്ച സാങ്കേതിക വിദ്യയാണ് തങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് ഐ ഫൗണ്ടേഷൻ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ശ്രേയസ് രാമമൂർത്തി വ്യക്തമാക്കി. So that fast recovery, accuracy and quality of vision are the main advantages of SMILE. A few more in more detail, my colleagues, Mr. Rajiv Nair, who is the head of our optometry optical services and really been part of the growth story of refractive surgery in Eye Foundation for many years. England main USPA in